ഹലോ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലത്തെ 7th യൂണിറ്റ് ആയിട്ടുള്ള പ്രഷർ ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസസ്, അതായത് മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും എന്നാണ് മലയാളത്തിൽ പറയാം. നിങ്ങളുടെ ഈ ചാപ്റ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ടേബിളിൻ്റെ മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് 8ആയിട്ട് മടക്കി വെച്ച ഒരു പേപ്പർ ഒരു സ്കെയിലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ 8ആയിട്ട് മടക്കി വെച്ച പേപ്പർ സ്കെയിലിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ എന്താണ് അതിന് ആ സ്കെയിലൊന്ന് അമർത്തണം, സ്കെയിൽ നമ്മൾ തട്ടണം. അപ്പോൾ തട്ടുമ്പോൾ എന്താ നമുക്ക് കാണാൻ സാധിക്കുക, ആ പേപ്പർ എന്ത് നിലത്തേക്ക് വീഴുന്നതായിട്ട് കാണാൻ സാധിക്കാം. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 8ആയിട്ട് മടക്കി വെച്ച ആ പേപ്പർ നമ്മൾ നിവർത്തിയിട്ട് എന്നിട്ട് നേരത്തെ ചെയ്ത അതേ എക്സ്പെരിമെൻറ്റ് അതേപോലെ തന്നെ ചെയ്യുക. അതായത് സ്കെയിലിൻ്റെ മുകളിൽ വെക്കുന്നു, എന്നിട്ട് ആ സ്കെയിൽ നമ്മൾ പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ അമർത്തുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ആ പേപ്പർ നിലത്തേക്ക് വീഴുന്നില്ല, അത് പൊന്തുന്നില്ല എന്ന് തന്നെ പറയാം. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഫസ്റ്റിലത്തേൽ പേപ്പർ നിലത്തേക്ക് വീഴുന്നു, രണ്ടാമത്തേൽ പേപ്പർ വീഴുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് വെയ്റ്റ് ഓഫ് ദ പേപ്പർ ദ സെയിം വെൻ ഇറ്റ് ഈസ് ഫോൾഡഡ് ആൻഡ് അൺഫോൾഡഡ്. അതായത് മടക്കിയപ്പോഴും നിവർത്തിയപ്പോഴും പേപ്പറിൻ്റെ വെയ്റ്റിന് എന്തെങ്കിലും വ്യത്യാസപ്പെടുന്നുണ്ടോ? ഇല്ലല്ലേ, രണ്ടിലും എന്താണ് വെയ്റ്റ്, പേപ്പറിൻ്റെ വെയ്റ്റ് സെയിം തന്നെയാണ്. അടുത്തത് വൈ കുഡിൻറ്റ് ദ പേപ്പർ ബി ലിഫ്റ്റഡ് അപ്പ് വെൻ അൺഫോൾഡഡ്. അതായത് അൺഫോൾഡ് ചെയ്തപ്പോൾ അത് തുറന്ന് വെച്ചപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ പേപ്പർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അവിടെ ഏത് ബലമാണ് ഈ പേപ്പറിനെ പൊന്താതെ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാതെ അവിടെ ഇങ്ങനെ തങ്ങി നിർത്തിയത് ഏതൊരു ബലമാണെന്നാണ് മൂന്നാമത്തെ ചോദ്യം. നമുക്കറിയാം നമ്മളെ ചുറ്റും എന്തുണ്ട്, എയർ ഉണ്ട്, വായുണ്ട് അല്ലേ? ആ വായു എന്തുണ്ട് ചെയ്യുന്നുണ്ട്, എല്ലാ വസ്തുവിൻ്റെ മുകളിലും ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം ഈ 8ആയിട്ട് മടക്കിയ പേപ്പർ, ഫസ്റ്റിലത്തെ 8ആയിട്ട് മടക്കിയ പേപ്പറിൻ്റെ മുകളിലും ഒരു ബലം എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ആ പേപ്പറിൻ്റെ മുകളിലും എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ, ആ ഫസ്റ്റിലത്തെ നമ്മളുടെ 8ആയിട്ട് ഫോൾഡ് ചെയ്ത ആ പേപ്പറിൻ്റെ മുകളിൽ ആ ഏരിയ എന്ന് പറയുന്നത് കുറഞ്ഞ ഏരിയ ആണ്. അപ്പോൾ അവിടെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും, കുറഞ്ഞ ആ ഒരു സ്ഥലത്തായിരിക്കും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. പക്ഷേ രണ്ടാമത്തെ കേസ് നോക്കിക്കേ, ആ പേപ്പർ നിവർത്തി വെച്ചപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, കൂടി. അതുകൊണ്ട് തന്നെ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്താണ്, വളരെ കൂടുതലായിരിക്കും അല്ലേ? ആ ഒരു ഇത്രയും ഏരിയയിൽ അനുഭവപ്പെടുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലായത് കൊണ്ട് തന്നെ നമ്മളൊരു ഫോഴ്സ് നമ്മൾ ആ സ്കെയിലുമേൽ കൊട്ടുമ്പോൾ അത് പെട്ടെന്നൊന്നും അങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ അതിന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ പേപ്പറിൻ്റെ മുകളിൽ ഒരു വായുവിൻ്റെ ബലം കൂടി വരുന്നത് കൊണ്ട് അതിന് ലിഫ്റ്റ് ചെയ്യാൻ അവിടെ ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റിലത്തെ എന്താണ്, കുറഞ്ഞ ഏരിയയിൽ മാത്രമാണ് വായു ഒരു ബലം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അത് സ്കെയിൽ കൊട്ടുമ്പോൾ പെട്ടെന്ന് അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ബോക്സിൽ കൊടുത്ത് ഇനി നോക്കിക്കേ, യു മേ നോ സർട്ടൻ പ്രോപ്പർട്ടീസ് ഓഫ് എയർ. എയർ ഈസ് പ്രസൻറ്റ് ഓൾ അറൗണ്ട് അസ്. എയർ റിക്വയർഡ് സ്പേസ്. എയർ possesses വെയ്റ്റ്. അറ്റ്മോസ്ഫിയർ എയർ എക്സേർട്ട് ഫോഴ്സ് ഓൺ ദ പേപ്പർ. അതായത് നമുക്കറിയാം എയറിൻ്റെ വായുവിൻ്റെ ആ ഒരു പ്രത്യേകത എന്താ നമുക്കറിയാം. എയർ പ്രസൻറ്റ്, നമ്മൾ ചുറ്റും എന്തുണ്ട്, വായുണ്ട്. അതുപോലെ എയറിന് വായുവിന് ഇരിക്കാൻ എന്താ ഒരു സ്പേസ് ആവശ്യമാണ്, ഒരു സ്ഥലം ആവശ്യമാണ്. അതുപോലെ എയറിന് എന്തുണ്ട്, വെയ്റ്റുമുണ്ട്. അതുപോലെ നമ്മളുടെ എക്സ്പെരിമെൻറ്റിൽ എന്തുകൊണ്ടാണ് ഫസ്റ്റിലത്തേത് ലിഫ്റ്റ് ചെയ്യാനും രണ്ടാമത്തേത് ലിഫ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളത് പറഞ്ഞ മാതിരി തന്നെ ഈ പേപ്പറിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിക് എയർ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലത്തേൽ കുറവാണ്, രണ്ടാമത്തേൽ കുറേ, അതായത് അറ്റ്മോസ്ഫിയർ എയറിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് കുറേ ഉള്ളത് കൊണ്ടാണ് നമുക്ക് രണ്ടാമത്തെ കേസിൽ പേപ്പർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ടോപ്പിക്കാണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് എന്നുള്ളത്. അത് നമ്മളൊരു സിറിഞ്ച് വെച്ചിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്, എളുപ്പമാണ്. ഓക്കെ, എന്താണെന്ന് നമ്മൾ പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ, ഇതാണ് സിറിഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു നീഡിൽ ഒഴിവാക്കിയതാണ്, ഇവിടെ സൂചിയില്ല, അത് ഒഴിവാക്കിയതാണ്. ഈ ബാക്കോട്ടും മുമ്പോട്ടും ആക്കാൻ പറ്റുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, പിസ്റ്റൺ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ മരുന്ന് നിറയ്ക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ് ബാരൽ എന്നും പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ നീഡിലുള്ള ഭാഗം, ഈ നീഡിൽ വെക്കേണ്ട ഈ ഒരു ഭാഗം നമ്മൾ അമർത്തി പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു പിസ്റ്റണ് ബാക്കോട്ട് വലിക്കുക. എന്താണ്
ഇവിടെ സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. നോക്കിക്കേ, ഇത് നമ്മൾ ബേക്കോട്ട് വലിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ കൈ അങ്ങ് വിടുമ്പോഴേക്ക് തന്നെ ഇതെന്താവുന്നുണ്ട്, മുമ്പോട്ട് അങ്ങ് പോകുന്നുണ്ട്. പിസ്റ്റൺ നമ്മൾ ഇതമർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ ബേക്കോട്ടാക്കി പെട്ടെന്ന് തന്നെ എന്താകുന്നുണ്ട്, ഇത് മുമ്പോട്ട് തന്നെ പോകുന്നുണ്ട് അല്ലേ. രണ്ടാമത്തേത് നമ്മളോട് പറഞ്ഞതെന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ പിസ്റ്റൺ ബേക്കോട്ട് വലിച്ചതിന് ശേഷം ഇവിടെ ഈ ഫ്രണ്ട് ഭാഗം, ഈ നീഡിലിന്റെ ഈ ഒരു ഭാഗം അമർത്തി പിടിച്ചിട്ട് മുമ്പോട്ടാക്കാനാണ് പറഞ്ഞത്. നോക്കിക്കേ, ഇത് സംഭവിച്ചേ, ഒന്നുകൂടി ശ്രദ്ധിച്ചേ. നമ്മൾ കൈ അങ്ങ് വിടുമ്പോൾ അതെന്താണ്, ഫ്രണ്ടിലോട്ട് ആക്കിയത് വീണ്ടും ബാക്കോട്ട് തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ്, ഈ രണ്ട് കേസും എങ്ങനെയാണെന്നാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഈ സിറിഞ്ചിൻ്റെ കേസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ബോക്സിൽ പ്രഷർ ഓഫ് ഗ്യാസ് അതൊന്ന് നോക്കിക്കേ. യു ഹാവ് ഫൗണ്ട് ദാറ്റ് എയർ ക്യാൻ എക്സേർട്ട് ഫോഴ്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ എയറിന്, വായുവിന് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അല്ലേ, ഒരു ബലം പ്രയോഗിക്കാനുള്ള കഴിവ് എന്തിനുണ്ടെന്ന് വായുവിനുണ്ട്. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ സർഫസ് ഈസ് കോൾഡ് പ്രഷർ ഓഫ് ഗ്യാസ്. അതായത് ഇവിടെ യൂണിറ്റ് ഏരിയ എന്ന് ഉദ്ദേശിച്ചത്, യൂണിറ്റ് എന്ന വാക്കിനർത്ഥം 1 എന്നാണ്. ഓക്കെ, 1 മീറ്റർ ആവാം, 1 മില്ലിമീറ്റർ ആവാം, 1 സെൻറ്റിമീറ്റർ ആവാം. 1 സെൻറ്റിമീറ്റർ വീഴ്ത്തും 1 സെൻറ്റിമീറ്റർ ലെങ്ത്തുമുള്ള ഒരു ഏരിയ കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞത്. ഒരു യൂണിറ്റ് ഏരിയയുള്ള ഒരു സർഫസിൻ്റെ മുകളിൽ എയർ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പറയുന്ന പേരാണ് എന്ത്, പ്രഷർ ഓഫ് ഗ്യാസ് എന്ന് പറയും. അടുത്തത്, ദ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ബൈ അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് ഇവിടെ എന്താണ് പറഞ്ഞത്, ഇതേപോലെ തന്നെ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുക, അതിലേക്ക് ഒരു അറ്റ്മോസ്ഫിയറിക് എയർ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്രഷർ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക, ഈ പ്രഷറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടിയ പ്രഷറിൽ നിന്നും കുറഞ്ഞ പ്രഷറിലേക്കായിരിക്കും. ഓക്കെ, എവിടെയാണോ കൂടിയ പ്രഷറുള്ളത് അത് കുറഞ്ഞയിലേക്കായിരിക്കും ഈ പ്രഷറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ സിറിഞ്ചിൻ്റെ എക്സ്പെരിമെൻ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. നമ്മൾ പറഞ്ഞു, ആ സിറിഞ്ച് നമ്മൾ ആ പിസ്റ്റൺ മുമ്പോട്ടാക്കിയതിന് ശേഷം വായ്ഭാഗം പൊത്തി പിടിച്ച് പിസ്റ്റൺ ബേക്കോട്ടാക്കിയാൽ മുമ്പോട്ട് തന്നെയാണ് പിസ്റ്റൺ ചലിക്കുന്നത്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, സിറിഞ്ചിൻ്റെ ചുറ്റുമുള്ള പ്രഷറിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സിറിഞ്ചിൻ്റെ ഉള്ളിലത്തെ പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഷറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ടു ലോ പ്രഷർ ഏരിയയിലേക്കാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഹൈ പ്രഷർ, ഈ സിറിഞ്ചിൻ്റെ ചുറ്റുപാടുമാണ് ഹൈ പ്രഷർ കിടക്കുന്നത്, ഉള്ളിൽ എന്താണ് കുറഞ്ഞ പ്രഷറേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഈ പുറമുള്ള പ്രഷറിന് ഉള്ളിലേക്കാണ് കയറാൻ നോക്കുക. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ പിസ്റ്റൺ പുറത്തേക്ക് വലിക്കുമ്പോൾ, വായ്ഭാഗം പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് വലിക്കുമ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യും, മുമ്പോട്ട് തന്നെയാണ് ചലിക്കുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റത്തെ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിസ്റ്റൺ ബേക്കോട്ടാക്കി വായ്ഭാഗം പൊത്തിപ്പിടിച്ച് പിസ്റ്റൺ മുമ്പോട്ടാക്കുമ്പോൾ മുമ്പോട്ട് ചലിക്കാതെ ബേക്കോട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ കണ്ടതാണ്, അതിൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തപ്പോൾ കണ്ടതാണ്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഈ സിറിഞ്ചിൻ്റെ ഉള്ളിൽ പ്രഷർ വളരെ കൂടുതലായിരിക്കും ആ സമയം. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് കമ്പയർ ചെയ്യുമ്പം സിറിഞ്ചിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞു എന്ത്, ഹൈ പ്രഷർ ടു ലോ പ്രഷർ ഏരിയയിലേക്കാണ് പ്രഷറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിലത്തെ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് പുറത്തേക്കാണ് എയറിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, പിസ്റ്റൺ പുറത്തേക്ക് തള്ളുന്നു. അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ബലൂൺ ഇൻ ദ ബോട്ടിൽ എന്ന ഒരു ടോപ്പിക്കാണ്. ഇത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിച്ചേഴ്സ് ചാനലിലെ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടാണ്. കാരണം ഈ രണ്ട് പ്രൊസീജിയറും ഡിഫറെൻ്റ് ആണെങ്കിലും കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ബോട്ടിലെടുക്കുക, എന്നിട്ടത് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിന് ശേഷം എന്താക്കുക, ബലൂണ് ഈ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ തണുത്ത വെള്ളത്തിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ചൂടുവെള്ളത്തിന് എടുത്ത ശേഷം തണുത്ത വെള്ളത്തിലേക്ക് വെക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ബലൂൺ എന്താണ്, ഈ
ഉള്ളിലേക്ക് അങ്ങ് പോകുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. ഉള്ളിലേക്ക്, ഈ കുപ്പിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ബലൂൺ പോകുന്നത് കാണാം. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചത്. അത് മറ്റൊന്നുമല്ല, ഇവിടെ ആദ്യം കുപ്പി ചൂടുവെള്ളത്തിൽ വെക്കുമ്പോൾ ഈ കുപ്പിക്കകത്തുള്ള എയറൊക്കെ ചൂട് പിടിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ എയർ എന്താകും, എക്സ്പാൻഡ് ചെയ്യും, മുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ കുപ്പിക്കകത്തുള്ള ഇപ്പോഴത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, കുറവാണ് അല്ലേ, പ്രഷർ കുറവാണ്. അതിനുശേഷമാണ് ബലൂണ് നമ്മൾ ഈ കുപ്പിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഈ കുപ്പി തണുക്കാൻ തുടങ്ങും. അതുപോലെ ഉള്ളിലെ എയറും തണുക്കാൻ തുടങ്ങും. നമുക്കറിയാം ഉള്ളിലത്തെ പ്രഷർ എന്ന് പറയുന്നത് കുറവാണ്, ചുറ്റുമുള്ള പ്രഷർ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളിലത്തെ പ്രഷർ കുറവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രഷറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ടു ലോ പ്രഷർ ഏരിയ ആണ് അല്ലേ. അതുകൊണ്ട് പുറമുള്ള പ്രഷറിന് ഈ കുപ്പിക്കകത്തേക്ക് പ്രഷർ കയറാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പുറത്തേക്ക് നിൽക്കുന്ന ബലൂണ് ഉള്ളിലേക്ക് അങ്ങ് പോകും. ഓക്കെ, അതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഇനി ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പേരാണ് ബാരോമീറ്റർ എന്ന്. ഓക്കെ, അത് കണ്ടുപിടിച്ചത് ടോറിസെല്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. ഇന്ന് ഞാൻ ഇത്രേ ക്ലാസ് എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും എടുത്ത് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.